ഹായ് എവരിവൺ, നമുക്ക് പെട്ടെന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ ബിരിയാണിക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പെരിഞ്ജീരകം കഴുകി വൃത്തിയാക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സോട്ടായി വരട്ടെ. അതിനുശേഷം ബാക്കി എല്ലാ മസാലകളും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് മിക്സിൻ്റെ ജാറിൽ തണിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അത് നല്ലോണം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ. അതേസമയം നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും ചെമ്മീനാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം തന്നെ ഇതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ചെമ്മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതാ ചെമ്മീനൊക്കെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സവാള അരിയാം. ആയുധം വെച്ചിട്ടുള്ള കളിയാണ്, എല്ലാവരും സൂക്ഷിച്ച് വേണം അരിയാൻ. ഇതാ ഞാൻ നല്ല ഇതിൽ സ്ലൈസായിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്, ലാസ്റ്റ് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഞാൻ എല്ലാം ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചെമ്മീൻ ഇതവിടെ സോട്ടായിട്ടുണ്ട്. അത് നല്ല ഫ്രൈ ആയി വന്നു. ഇനിത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എന്താക്കാൻ പോകുന്നത്, നമ്മുടെ അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പിടുന്നു. പിന്നെ ആ ക്രിസ്പിനെസ്സിനും കളറിനും വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര, കുറേയൊന്നും വേണ്ട, കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല കുറവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഫ്രൈ ആയി വരണം. ഞങ്ങളിവിടെ ഓയിൽ യൂസ് ചെയ്യാറില്ല, വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതാ ഫ്രൈ ആയി വന്നു. അതിന് ഞാൻ ചെമ്മീൻ്റെ സൈഡിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. അതേ ഫ്രൈ പാൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താലാണല്ലോ പെട്ടെന്ന് വഴണ്ടി കിട്ടുക, അതാണല്ലോ നമ്മുടെ നിയമം. അത് കഴിഞ്ഞ് അത് അവിടെ വെച്ചു. ഇനി അത് നമ്മളെ തണുത്ത മസാലയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ ഈ മിക്സീൻ്റെ ജാറിൻ്റെ മൂടിയിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ആ മൂടിയിലേക്കൊന്ന് സ്പ്രെഡ് ആവാതെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതാക്കുമ്പോൾ അതാ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനുള്ള മസാല ഉണ്ടാവും. അതേസമയം ആ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബിരിയാണി റൈസിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ്. ഈ ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ നമ്മൾ പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഇതായി വരട്ടെ. അതാ നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇടാം. ഇത് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയിൽ അരിക്ക് എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിയത്തെ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റി വരുന്നവരൊന്നത് ഫ്രൈ ആക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് നമ്മളെ മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇട്ടത് ഇപ്പോൾ ആഫ്രിക്കൻ മല്ലിയാണ്. അതായത് നമ്മളെ മല്ലിച്ചപ്പിന് പകരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണിത്. കുറേ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവും തോന്നും ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. ഈ നമ്മുടെ കെറ്റിലത്തെ വെള്ളമൊക്കെ ചൂടായി അത് ഒഴിച്ചു കൊടുക്കാം. അതിന് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടിട്ടാണ് പിന്നെ മൂടി വെച്ചിട്ടാണ് ലോ ഫ്ലെയിമിലേക്ക് ആക്കുന്നത്. അതാ നല്ലോണം തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതേ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ മസാല ആയിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തക്കാളിയാണ് ചേർക്കുന്നത്.
ഇതാ നമ്മുടെ പൊടികൾ വന്നു. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. അതിൻ്റെ പച്ചമണം മാറട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതാ നമ്മുടെ അരി നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വറ്റാനേ ഉള്ളൂ, തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇടാം. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടി. ഇതിനായിട്ടോ ടേസ്റ്റ് കൂടുക, കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന മസാലപ്പൊടിനെക്കാട്ടും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതിന് തന്നെയായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാത്തിലും നമ്മൾ സോസ് ഒഴിക്കാറുണ്ടല്ലോ, അതാണല്ലോ ഒരു പ്രകൃതി നിയമം എന്നൊക്കെ പറയുന്നത്. ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയത്ത് വരുന്നൊരു മണം, അത് അപാരമാണ്. ഇനി നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് എന്തിട്ട് കൊടുക്കുന്നുണ്ട്, ആ ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഫ്രിക്കൻ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മണം കേട്ടോ. ഈ ആഫ്രിക്കൻ മല്ലിക്ക് മല്ലിച്ചപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റൈസൊക്കെ ഇവിടെ കുക്കായി. ഇനി നമുക്ക്, ഞാൻ ഇവിടെ ഒരു തട്ടിക്കൂട്ട് ദമ്മാണ് ഇടുന്നത്. അതിൻ്റെ നടുക്കേക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് മസാല ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ മസാലയൊക്കെ നടുക്കേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനെ റൈസ് കൊണ്ട് തന്നെ മൂടാം. ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്രൈ ചെയ്ത ഒനിയനൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പില വെച്ച് ഭംഗിക്ക്. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്മിൽ കുറച്ച് നേരം വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ സിമ്മിൽ ഇട്ടിട്ട് പിന്നെ വിളമ്പാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചമ്മന്തിയാണ്, നമ്മുടെ പുതിന ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ചാറൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ സൂപ്പറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ കുറച്ച് ചെമ്മീൻ കിട്ടി എങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്നും ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കുക എല്ലാവരും. ചെമ്മീൻ ബിരിയാണി അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.